എന്താ പരിപാടി എന്നല്ലേ, നമ്മൾ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. ആവശ്യമായ ചേരുവകളൊക്കെ ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഉരലിട്ട് ഓരോന്നായി ചതച്ചെടുക്കുക. ചില്ലി ഫ്ലേക്സ്, തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള കറിവേപ്പില. മൺചട്ടിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക്, അതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നവരെ നന്നായി മൂപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ച് ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതാരുടെ റെസിപ്പിയാണ് നമ്മൾ പറഞ്ഞില്ല അല്ലേ, ഇത് ലാലേട്ടൻ്റെ സ്വന്തം ചിക്കൻ റെസിപ്പിയാണ് ഇത്. അതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ഇടുക, നന്നായിട്ട് ഇളക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ഐറ്റം ഇതാട്ടോ, ചുട്ട് ചതച്ച് വെച്ച തേങ്ങ. ഇതിൽ പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. നമുക്ക് ഇതിൻ്റെ ചിക്കൻ്റെ ടേസ്റ്റ് തരുന്നത് ഇതാണ് കേട്ടോ. പിന്നെ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് പെരുംജീരകം ഇട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തീരെ വെള്ളം ചേർക്കുന്നില്ല. കഴുകി മാറ്റി ചൂറ്റി വെച്ച ചിക്കനാണേ. വെള്ളം തീരെ ചേർക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി മസാലയൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ചിക്കനിലെല്ലാം മസാല ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ലാസ്റ്റാണ് ചേർക്കേണ്ടത്. ഒന്നും കൂടി ഇളക്കി നമുക്കിത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ലല്ലോ. ഒരു 20 മിനിറ്റൊക്കെ വേകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വരും. വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മണം, ആഹാ അടിപൊളി. നമ്മുടെ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഐശുവും പാറുമൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ തയ്യാറാക്കിയത്. അവരെ സന്തോഷം കണ്ടോ? ഐശുവിനെ മൊത്തം ചിരി കണ്ടില്ലേ. പാർവതി 2 പൊറോട്ടയാണ് കഴിച്ചത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഇതാ പ്രശാന്തിൻ്റെ ടേസ്റ്റ് നോക്കി അവർക്ക് ഇഷ്ടമായ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതാ പാർവത കഴിക്കുന്ന അടിപൊളി. ഐശുക്കുട്ടിയും കഴിച്ചു. അടുത്തായിട്ട് പാർത്തയുടെ ടേസ്റ്റ് നോക്കുന്നുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. ഇനി ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഐശുവിൻ്റെ നിന്ന് ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കി. നന്നായിട്ട് ഇഷ്ടമായി. നമ്മൾ ലാലേട്ടനോട് താങ്ക്സ് പറയണം. അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പരീക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.